ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താ ഐറ്റം ഉണ്ടാക്കാൻ പോണത്? എന്റെ ഇടൂസ് പറയടാ. ബാറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കുറെ കാലമായിട്ടുള്ള നമ്മുടെ ഈഡൂസിന്റെ ആഗ്രഹമായിരുന്നു ബാറ്റ് ഉണ്ടാക്കണം. ഞാൻ കുട്ടിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും പാവാനിയായിട്ട് ആഗ്രഹം അല്ലെന്ന് കരുതി ഞങ്ങളിവിടെ പോകുന്നേക്കുവാണ് കേട്ടോ. ചെയ്യാൻ പോകുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് സാധാരണ എപ്പോഴും ഇല്ല നമ്മളിങ്ങനെ ബോൾ ഇട്ട് കൊടുത്താൽ അവനിങ്ങനെ തട്ടി കളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കളിക്കാൻ അറിയാൻ പാടില്ല. അപ്പൊ അത് പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എയ്ഡൂസിന്. അപ്പൊ നമ്മുടെ എയ്ഡൂസിന്റെ ആഗ്രഹം പരിഗണിച്ച് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം. അതായത് ഇവര് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബോൾ ഇങ്ങനെ അടിച്ചടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോൾ നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടിട്ട് നമുക്ക് അതിന് പറ്റിയൊരു ബാറ്റല്ലേ ഇട് വേണ്ട? ബാറ്റ് ഉണ്ടോ? അത് വേണ്ട, നമുക്ക് ഇപ്പൊ ഉണ്ടാക്കാം. എന്തായാലും ഞങ്ങളൊരു ബാറ്റ് ഉണ്ടാക്കിയിട്ട് കളിക്കാൻ പോവുകയാണെ. നോക്കാം പരിപാടി തുടങ്ങി. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മേലിൽ കാണുന്ന പൈപ്പിലാണ് നമ്മുടെ ബോൾ കെട്ടിത്തൂക്കി ഇടാൻ പോകുന്നത്. അതിന് ഇതല്ലട്ടോ ബോളെന്ന് ഞാൻ കുട്ടി കല്ല്, അതായത് ഇതേ ഈ റോപ്പയിൽ ഇതെങ്ങനെ ചുമ്മാ കല്ലിങ്ങനെ കെട്ടി വെച്ചിരിക്കും. അതായത് ഇങ്ങനെ എറിഞ്ഞ് ഇപ്പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞിഷ്ട ഐഡിയകൾ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഞാൻ കുട്ടിയാണ് കേട്ടോ അറിയാൻ പോകുന്നത്. ഞങ്ങൾ ഒത്തിരി മാറുണ്ടായിരുന്നു ഇവിടെ മുഖത്തേക്ക് വീഴരുതേ. അറിഞ്ഞോ കല്ലിൽ പിടിച്ചിട്ട് അതെ ആ ഈ റോപ്പിന്റെ അറ്റത്ത് പിടിക്കണ്ട, വെറുതെ അങ്ങ് ഇറങ്ങിയാൽ മതി. ആ പൈപ്പിന്റെ അപ്പുറത്തോടെ പോകും, അത്ര വാ ഇവിടെ നീ ആ കുട്ടി പേടിയുള്ളതുകൊണ്ട് ദൂരെ മാറി നിൽക്കുവാണ് കേട്ടാ. എറിഞ്ഞു നോക്കട്ടെ. അങ്ങനെ കല്ല് ഏതായാലും എന്താ നമുക്ക് അറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കല്ലഴിക്കേണ്ടി വന്നില്ല, കല്ല് തന്നെ താനഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു കെട്ടിട്ടിട്ട് ഇതിങ്ങനെ ഇത് മേലെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്, ബോൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അല്ല മോനെ, ഇത് അങ്ങടെ അറ്റത്തേക്ക് പോവേ. ഇവിടെ ഇതുമ്മേ കെട്ടിയിട്ടെ റോപ്പ് ഇങ്ങനെ ടൈറ്റ് ആക്കാൻ പോവാ ഇവിടെ. അല്ല ഏഡൂസിന് നമ്മൾ ഇവിടെ ആവശ്യത്തിന് നീളത്തിൽ ഇട്ടാൽ മതിയല്ലോ. അതെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോഴേക്കും ടൈറ്റ് കണ്ടാ, ഇതാണ് ലക്ഷ്യം. അപ്പൊ അതെ നമ്മള് റോപ്പ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നീ ആ കുട്ടി പറഞ്ഞേ കൊടിയേറ്റം പോലെ ഉണ്ടായിരുന്നല്ലേ? ശരി, അവള് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനും ഓർക്കണം. എന്തായാലും ഇനി നമുക്കിവിടെ ബോള് കെട്ടിത്തൂക്കി ഇടണം. അതിനായിട്ട് ഇപ്പോൾ വാങ്ങിച്ചെന്ന് തോന്നുന്നുണ്ടോ ഒരെണ്ണം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടോ? പൊട്ടിച്ചല്ല, കാണാനില്ല ഏതായാലും ഒരു ബോൾ. എഡൂസിന് സൂക്ഷയില്ല. വാ എൻ്റെ അടുത്തേക്ക് വാ. അപ്പോൾ അതെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞ് സ്ക്രൂ ആണ് കേട്ടോ. അത് നമ്മളിത് ഇവിടെ ജസ്റ്റ് ഒന്ന് തുളച്ചിങ്ങനെ കയറ്റിയിട്ട് വേണം ഇത് കെട്ടി വെക്കാനായിട്ട്. പൊട്ടിക്കൂല, പൊട്ടും. ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ അങ്ങ് വെച്ച് ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് ഈ ബോളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുവാണേ. ബോൾ പൊട്ടിപ്പോകാന്ന് ഓർത്ത് ഏടുവിൻ്റെ ടെൻഷൻ കാണണം ഇവിടെ. അല്ല ഏടു പുതിയൊരു ബോൾ വാങ്ങിച്ചെന്ന് അപ്പം തന്നെ നശിപ്പിക്കണം. ഇല്ലടാ, ഇതിങ്ങനെ കെട്ടി വെക്കണ്ടേ നമുക്ക്? ഇല്ലടാ ബോള് കെട്ടി ഇടാൻ പോവാണ്. അതെ ജസ്റ്റ് ഇവിടെ ഒരു ആണിയല്ല കേട്ടാ, സ്ക്രൂ ആണേ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഏഡൂസിന് തട്ടി കളിക്കാവുന്ന രീതിയിൽ ആ രീതിയിലാണ് ഇത്തിരി താഴെ ആയിട്ടാണ് കേട്ടാ കെട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോഴും വരിക. അപ്പൊ ഇങ്ങനെ ബോൾ ഇങ്ങനെ തട്ടണ്ടേ ഇവിടെ വെച്ചേട്ടാ. മതിയാ? ആ ഒരു കത്രിക എടുത്തിട്ട് വന്നേ. ഒരു കത്രിക എടുത്തിട്ടോ ഓടിച്ചെന്ന് എടുത്തിട്ടോ അകത്തുണ്ട്. ഞാനും നമ്മുടെ നീ ആ കുട്ടിയും കൂടി വന്നിട്ട് ആ ഇടുക്കളനില്ലേ വേറെ പണിക്ക് പോയി കളിക്കാൻ പോയിട്ടുണ്ടേ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇത് ഈ മരം ഈ ഓലയാണ് കേട്ടോ. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം താഴെ ഭാഗം മാക്സിമം വീതി കിട്ടുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. താഴെ എന്ന് പറഞ്ഞിട്ട് മാക്സിമം താഴെ എത്തിയില്ലല്ലോ. അങ്ങനെ അച്ഛനെയൊക്കെ വിളിക്കണുണ്ടല്ലോ. എന്തിനാ അത് മതി, ആവില്ലേ? കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഓല കിട്ടിയിട്ടാ കയ്യിൽ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓല കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഏഡൂസിൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് അതായത് ഇത്രയൊക്കെ മതിയാവുമായിരിക്കും അല്ലേ? മിയാക്കുട്ടിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ മിയാക്കുട്ടിക്ക്. അപ്പോൾ അതെ
അപ്പോൾ എയ്ഡൂസിന് നീ ആ കുട്ടിക്കും ഒക്കെ പറ്റുന്നൊരു ഹൈറ്റിൽ നോക്കിയാൽ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അതല്ല നന്നായിട്ട് അറിയാം, നന്നായിട്ട് അറിയാവുന്നവരോർക്കും ഇതെന്താണ് ഇപ്പം എന്നെ കാണിക്കുന്നതെന്ന് ഓർക്കും. അപ്പോൾ അതെ നോക്കിയേ, നമുക്ക് ഇത്രയും മതി കേട്ടോ. ഓലയുടെ മടൽ മാത്രം മതി, ഇത്രയും ഭാഗം മതി. അപ്പോൾ ഇത് നന്നായി ഭംഗിക്ക് നന്നായിട്ട് കട്ടൊക്കെ ചെയ്തെടുക്കണം. അതിന് നമ്മളിതേ ഇവിടെ ജസ്റ്റ് ഒന്ന് ലെവലായിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഹാൻഡിൽ കൈ പിടിക്കാനുള്ള ആ ഒരു രീതിയിൽ ഇതേ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ. എഡൂസിന് സന്തോഷമായ? എഡൂസിനെ കാണാൻ പറ്റാനുണ്ടാവില്ല. എടോ മുമ്പിലേക്ക് വരല്ലേ അല്ല, ഇത് കൈക്കുള്ള ഭാഗം. കൈ പിടിക്കാൻ ഇത്രയോ എന്തിന് വേണ്ടല്ലോ, ഇവിടെ പോലെ. നമ്മുടെ നീയാക്കുട്ടി പറഞ്ഞപ്പോഴാണ് ദേ അച്ഛൻ വരെ ഇത്തിരി കൂടി നീളത്തിലെടുക്കുവാണ് കേട്ടോ ഹാൻഡിൽ പിടിക്കാനുള്ള. നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുട്ടിക്ക് ഒരു ആഗ്രഹമായിട്ട് പിടിച്ച് നോക്കാനായിട്ട്. വെയിറ്റ് കൂടുതലാണ് നീ കുട്ടി. അപ്പോൾ നമ്മളിത് ഇനി വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ നിന്നൊക്കെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. രണ്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞത് ഇവിടെ നിന്ന് ഇത്തിരി മണ്ണൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും കുറേ വെയിറ്റൊക്കെ കുറയും. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ പിടിച്ചോളൂല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് കേട്ടോ ഇത്. ശരിക്കും എനിക്ക് അടിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലായത്. ശരിക്കില്ല, നല്ല പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ. പക്ഷേ എങ്കിൽ തന്നെയും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പാരൻസ് ആരെങ്കിലും കൂടെ നിൽക്കാതെ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു റോപ്പ് കെട്ടി തൂക്കിയിട്ട് ബോളും ഇട്ട് കൊടുക്കരുത് കുട്ടികൾക്ക്. കാരണം ജസ്റ്റ് ഇപ്പോൾ നമ്മൾ എയ്ഡൂസ് തട്ടുമ്പോൾ കണ്ടില്ലേ, ബാറ്റയിലാണ് ചുറ്റിപ്പിടിക്കുന്ന ആ റോപ്പ്. അതുപോലെ തന്നെ കഴുത്തേലും ചുറ്റിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം ഇങ്ങനൊരു മെത്തേഡിൽ പഠിപ്പിക്കാനായിട്ട്. പഠിച്ചു കഴിയുമ്പോഴേക്കും അവർ പിന്നെ തന്നെത്താൻ പ്രാക്ടീസ് ചെയ്ത് തന്നെത്താൻ കളിച്ചോളൂല്ലോ. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇതിൽ നല്ലൊരു വെട്ടിച്ചിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതായിരിക്കും ബൈ. ഷെഫീല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഒന്നും കൂടി അടിച്ചു നോട്ടെ കേട്ടോ. ഓക്കെ, വേണ്ട. ഈ ആ കുട്ടി എല്ലാ വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി അമ്മേ കത്തി ഊരി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനൊക്കെ വിട്ടുകളയല്ലേ. എൻ്റെ അമ്മേ ഓക്കെ രക്ഷപ്പെട്ടു. വലിയ കുഴപ്പമില്ലല്ലേ. മകനൊരു ബാറ്റ് ഉണ്ടാക്കാനുള്ള അമ്മയുടെ ചേച്ചമ്മയുടെ, അതായത് അനിയനൊരു ബാറ്റ് ഉണ്ടാക്കാനുള്ള ചേച്ചമ്മയുടെ കഷ്ടപ്പാട് കണ്ട. എൻ്റെ ദൈവം വലിയ പണിയായിരുന്നേ. അപ്പോൾ അതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെത്തി മിനുക്കിയിട്ട് അവന് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി അത് നീ ആ കുട്ടിയുടെ വലിയ ശക്തമായ കരങ്ങളുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ലെവലിലേക്ക് നമ്മുടെ ബാറ്റായി കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ 7 ദിവസം ബോളിൻ്റെ പുറകെ നിന്നുള്ള കളി തുടങ്ങിയിട്ട് കുറച്ച് നേരമായിരുന്നു. അപ്പം നമ്മൾ ബാറ്റും കൊണ്ട് വന്നിട്ട് ഏട് ബാറ്റ് ഉണ്ടോ? ഏടൊക്കെ ഇഷ്ടമായ? എടാ നിനക്ക് അത്ര വലിയ സന്തോഷമൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ നിൻ്റെ മുഖത്ത്. നോക്കിയേ നീ കൊച്ചു അങ്ങനെയല്ല കുഞ്ഞാ. നമ്മുടെ തട്ടണത് ബോളായിട്ട് തന്നെ. ചേച്ചമ്മ ഒന്ന് കാണിച്ചു തരും. ചേച്ചി അങ്ങോട്ടേക്ക് അടിഞ്ഞു. മാറിക്കോ കുഞ്ഞാ. ഇങ്ങോട്ടത്തല കൊള്ളുവാ. ഏഡൂസേ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ അടിക്കണം കേട്ടാ. അങ്ങനെ അടുത്ത വരുമ്പോ തന്നെ അങ്ങനെ ഒന്നും കൂടി അടിക്കും. ഓ കൊണ്ടില്ല, കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ തന്നെ സൂപ്പർ. അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ അടിച്ചടിച്ച. അയ്യോ ഓക്കെ. വരുമ്പോ അടിക്കണേ. അങ്ങനെ കൊള്ളാല.
നീക്കുട്ടി എങ്ങനെയുണ്ട്? നീക്കുട്ടിക്ക് നോക്കണ? ഓ പൊട്ടിപ്പോ. ഇങ്ങനെ വരുമ്പോ മമ്മിയോടൊക്കെ പറയണത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ട കറക്കി എടുക്കണം കേട്ടോ. അതെ ഇങ്ങനെ എടുത്താ മതി. വാ 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 കുഞ്ഞക്ക് പോരെ. ചേച്ചമ്മ തട്ടട്ടെ. നന്നായിട്ട് ബോളായിട്ട് തന്നെ കൊള്ളിക്ക്. അങ്ങനെ വരും അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ എയ്ഡൂസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാണ് കളിക്കേണ്ടത് ജസ്റ്റ് പ്രാക്ടീസ് തുടങ്ങിയതല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവൻ കറക്റ്റ് ആവും കേട്ടോ. ഇപ്പോൾ അടിച്ചടിച്ച് വരുമ്പോഴേക്കും ഇല്ലേ റോപ്പിൽ കൊള്ളുന്ന കാരണം റോപ്പ് ഇങ്ങനെ ചുറ്റി പോകുന്നുണ്ട്. ഇത്ര നേരം ഞങ്ങൾ വരണവരെ ഇല്ലേ ഷട്ടിൽ ബാറ്റ് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ. എനിക്കറിയാൻ പാടില്ല അത് വരാല്. കൊള്ളാലേ ഈ പരിപാടി കൊള്ളാലേ. സത്യം പറഞ്ഞാൽ ഇതെല്ലാവർക്കും പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. നല്ല സെറ്റപ്പ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എയ്ഡൂസും നിയാക്കുട്ടിയും കറക്റ്റായിട്ടൊന്ന് വാ. അപ്പം നമ്മുടെ എയ്ഡൂസും നിയാക്കുട്ടി ഇങ്ങനെ വഴിയെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.